മറ്റു റിപ്പോർട്ടുകൾ സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിനുണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പ്രതികരണവുമായി ഇടുക്കിയിലെ കർഷക സംഘടനകൾ. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വനം റവന്യൂ വകുപ്പുകൾക്കെതിരെയുള്ള തിരിച്ചടിയും ഭരണവിരുദ്ധ വികാരവുമാണ് പരാജയത്തിന് കാരണമെന്ന് പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. ഇടതുപക്ഷത്തിന് സംസ്ഥാനത്താകെയുണ്ടായ കനത്ത തിരിച്ചടി കർഷകരുടെ കൂടി പ്രതിഷേധത്തിന്റെ ഭാഗമെന്ന് സ്വതന്ത്ര കർഷക സംഘടനാ പ്രതിനിധികൾ പ്രതികരിച്ചു. ഇടത് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും ഒപ്പം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വനം റവന്യൂ വകുപ്പുകൾക്കെതിരെയുള്ള കർഷകരുടെ പ്രതികരണം കൂടിയാണെന്നും സ്വതന്ത്ര കർഷക സംഘടനാ പ്രതിനിധിയായ റസാഖ് ചൂരവേലി പറഞ്ഞു. ഗവൺമെന്റ് നടത്തിയിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾ, റവന്യൂ വനം വകുപ്പുകൾ നടത്തിയിട്ടുള്ള മനുഷ്യവേട്ട, ഇതെല്ലാം സമൂഹത്തിൽ വ്യാപകമായി ചർച്ചയാകുകയും അത് കർഷകരെ വലിയ തോതിൽ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിൽ നിർമ്മാണ നിരോധനമടക്കം നടത്തിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ, വനവൽക്കരണം, കുടിയിറക്കൽ ഭീഷണി തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ഇടുക്കിയിലെ റിസൾട്ടിനെയും ഗുരുതരമായി ബാധിച്ചു എന്നതിന് തെളിവാണ് കഴിഞ്ഞ 2019 ഇലക്ഷനിൽ 1.25 ലക്ഷം വോട്ടിന് ഡീൻ കുര്യാക്കോസ് ജയിക്കുമ്പോൾ 3.25 ലക്ഷം വോട്ട് നേടിയ ജോയ്സ് ജോർജിന് ഇത്തവണ 77,000 വോട്ടിന്റെ കുറവ് LDF വോട്ടർമാരിൽ നിന്ന് മാത്രം അനുഭവപ്പെട്ടു എന്നതാണ് ഇതിന് തെളിവായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇടതുപക്ഷം വസ്തുതകളിൽ നിന്നുകൊണ്ട് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ടുള്ള തിരുത്തലുകൾക്ക് തയ്യാറാവണം. അല്ലാത്ത പക്ഷം വരാൻ പോകുന്ന പഞ്ചായത്തും നിയമസഭയും അതിഗുരുതരമായ സാഹചര്യത്തെയായിരിക്കും നേരിടേണ്ടി വരിക എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. തെരഞ്ഞെടുപ്പിൽ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPIക്കെതിരെ രൂക്ഷ വിമർശനമാണ് കർഷക സംഘടനകൾ ഉന്നയിച്ചത്. CPI സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ കർഷക ഉച്ചകോടികൾ സംഘടിപ്പിച്ച CPIയെ ബഹിഷ്കരിക്കാനടക്കം ഇവർ ആവശ്യപ്പെട്ടിരുന്നു. ഇത് വിവാദമാവുകയും ചെയ്തു. വനം വകുപ്പും റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾക്ക് സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെങ്കിൽ കനത്ത തിരിച്ചടി വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേരിടേണ്ടി വരുമെന്നും കർഷക സംഘടനകളുടെ മുന്നറിയിപ്പുണ്ട്. 2019 ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ടിനേക്കാൾ 70,000-ഓളം വോട്ടിന്റെ കുറവ് ഇത്തവണ ഉണ്ടായത് കാർഷിക മേഖലയിൽ നിർമ്മാണ നിരോധനം അടക്കം കൊണ്ടുവന്നതിന്റെ പ്രതിഫലനമാണെന്നും കുറ്റപ്പെടുത്തി. CPI എടുക്കുന്ന നിലപാടുകൾ കർഷക വിരുദ്ധമാണ്. അത് തിരുത്താൻ LDF തയ്യാറാകണം. നിലപാടിൽ മാറ്റമില്ലാത്ത തങ്ങൾ മുമ്പോട്ടു പോകും. സെപ്റ്റംബറിൽ സംസ്ഥാന തലത്തിൽ വലിയ കർഷക ഉച്ചകോടി സംഘടിപ്പിക്കുമെന്നും കർഷക സംഘടനാ പ്രതിനിധികൾ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.